ഹലോ നമസ്കാരം, ഞാൻ ബാസ്മി കുറ്റിച്ചിറ. ഇവിടെ ഈ അടുത്ത കാലത്ത് ഇപ്പോ ഒരു ഗ്യാസിന്റെ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഈ വൈക്ക് മുഹമ്മദ് അലി ഗ്രൗണ്ട് മുതൽ കോതിപ്പാല റോഡ് വരെ ഓരോ ഇവിടെ കുഴികൾ കുഴിച്ചിട്ടുണ്ട് പൈപ്പ് ലൈനിൽ, ഗ്യാസിന്റെ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ഇവിടെ റിപ്പയറിംഗ് ആണ്. അപ്പൊ ഇതൊരു മെസ്സേജാണ്. നമ്മൾ എന്തെങ്കിലും പണി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഈ റിപ്പയറിംഗ് ചെയ്ത സ്ഥലത്തൊക്കെ റോഡ് ഭയങ്കര കുമി കൂട്ടിയായി ഭയങ്കര അപകടമാണ്. അതേമാതിരി ഈ 2 വീലർ 3 വീലറിലൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം എന്താ, ഈ പാച്ച് വർക്ക് ചെയ്ത സ്ഥലത്ത് ഭയങ്കര കുറച്ച് കന ഉള്ള ലെവലാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കോതിഭാഗത്ത് ഒരു വിള്ളലുണ്ടായിരുന്നു, ഒരു 6 വിള്ളല്. അവിടെ ഒരു പാച്ച് വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ പോയിട്ട് ഞാൻ സംസാരിച്ചു. ഇത് പ്രോപ്പർട്ടി സ്ഥലങ്ങളിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടാണ് ഈ പാച്ച് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു പബ്ലിക്കിൽ ഇതേമാതിരി ചെയ്തത് നന്നായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കോതിപ്പാലത്ത് റൂട്ടിന് പോകണ ടൈമിൽ ഈ ബൈക്ക് ഓട്ടോറിക്ഷയ്ക്ക് നല്ലോണം അറിയുന്നൊരു കേസാണ്. കാരണം ആ 6 അമ്പാണ് എടുത്ത് ചാടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണ കാണുന്നത്. അതേമാതിരി ഇവിടെ ഞാൻ ഈ പണി ഈ വൈക്ക് ഞാൻ കോതിപ്പാല വൈക്ക് പോകുമ്പോ ഇവിടെ ഒരു പണി എടുക്കണ ഞാൻ കണ്ടപ്പോ ഞാൻ നല്ല അടിപൊളി ഓപ്പറേറ്ററൊക്കെ റോഡ് റോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ചോദിച്ചു മലയാളിയാണോ എന്ന്. കാരണം ഒരുപാട് ആൾക്കാർ മലയാളികൾ ഹിന്ദിക്കാരാണെന്ന് ആരാന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ ആ ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് പറഞ്ഞ് കോണ്ടാക്ട് എടുത്ത ആളുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി നല്ലൊരു ഒരാളെടുത്ത് സംസാരിക്കുമ്പോ നമ്മൾ വെറുതെ വൾഗറായിട്ട് ഓരോട് ഷൗട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, കാര്യങ്ങൾ നേടിയെടുക്കാമെന്നാണ്. പക്ഷെ ഓരോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈ ഒരു കേറുന്ന ഭാഗം പാച്ച് വർക്ക് ചെയ്യുന്ന ഭാഗം നമ്മൾ വണ്ടി സ്ട്രൈറ്റ് പോകാൻ വെച്ചാൽ അവിടെ ഒന്ന് കനം കുറച്ചില്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കയറി പോവാം. കാരണം ഇക്ര റോഡിലൊക്കെ പോയി നമ്മളെ മലപ്പുറം ഇക്ര റോഡിലൊക്കെ പാച്ച് വർക്ക് ചെയ്യുമ്പോൾ 2 വീലറൊക്കെ തെന്നി മാറി ആക്സിഡന്റ് ഭയങ്കര നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇത് പാച്ച് വർക്കിൽ സംഭവിച്ചു തുടങ്ങി. ഓട്ടോറിക്ഷ കാര്യങ്ങൾ 4 വീലർ വലിയ വാഹനത്തിൽ അത് മനസ്സിലാവില്ല. അപ്പൊ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യം അപ്സെറ്റ് ചെയ്തുകൊണ്ട് നല്ല കനം കുറച്ചിട്ടാണ് പാച്ച് വർക്ക് ചെയ്തത്. വളരെ തൃപ്തി, നല്ലൊരിത്. പിന്നെ നമ്മളെ ഈ ആനമാടില റോഡിലവിടെ അത് പൈപ്പ് ലൈനിന്റെ ഇതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ നന്നാക്കില്ല. അവിടെ കെൽച്ചിട്ടുകൊണ്ട് കുറച്ച് ആൾക്കാർ ചേട്ടാ പൈപ്പ് ലൈനിന്റെ പണി വാട്ടർ അതോറിറ്റിന്റെ പണിയൊക്കെ എടുത്തു, പക്ഷെ അവിടെ കളിച്ചിട്ട് റെഡിയാക്കില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഈ മഴക്കല്ലേ മണ്ണ് തൂർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാച്ച് വർക്ക് ചെയ്തു. പക്ഷെ ഇത് ഈ ഗ്യാസിന്റെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഈ റോഡ് ഓർക്ക് ഇതിന്റെ മെയിൻ്റനൻസ് പറ്റുള്ളൂ. പക്ഷെ ഞാൻ അത് റിക്വസ്റ്റ് ചെയ്ത് വേസ്റ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് തരണമെന്ന് പറഞ്ഞത്. നമ്മൾ ചെയ്യാന്നൊക്കെ പറഞ്ഞത്. നല്ല അടിപൊളി പണിക്കാരാണ്. മാക്സിമം ഓവർ കനം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ ഉറപ്പ് കിട്ടൂല എന്നാണ് പറയുന്നത്. ആ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അത് പറഞ്ഞാല് ഈ പണിയെടുക്കണതിന് ഇത് കരാറ് കൊടുത്തിന് അതിന്റെ കോസ്റ്റിനനുസരിച്ച് ഒരിക്കൽ പണിയെടുക്കാനില്ല. അത് യഥാർത്ഥ സത്യമാണിത്. ഓക്കെ, എന്നാ ശരി. നമ്മളെ കോതിപ്പാലത്തിന്റെ അവിടെ ഇങ്ങനെ ഓരോ റോഡിന്റെ പൊളിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ റിപ്പയറിങ്. അപ്പൊ അത് കണ്ടപ്പോ ഞാന് അവിടെ ഇതിന്റെ ഓപ്പറേറ്റർ ഇല്ലേ അവരോട് ചോദിച്ചു, മലയാളിയാണോ ചോദിച്ചിട്ട് പല ആൾക്കാരല്ലോ. അപ്പൊ മുമ്പിനോട് പറഞ്ഞു ഇതിന്റെ കനം കുറച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞു. കാരണം അതിന്റെ മുമ്പിൽ പറഞ്ഞു ഞാനല്ല അതാണ് മതി. പക്ഷെ ഇവിടെ കുറച്ച് അത്യാവശ്യം നീറ്റിലാണ് കൈകാര്യം, കുറച്ച് കനമൊക്കെ കുറച്ച് കണ്ട് ഇപ്പൊ ഒന്നുമാടി മുമ്പില് പറഞ്ഞ് ലെവലാക്കുന്നുണ്ട്. കാരണം വണ്ടിന്റെ നിയന്ത്രണം പോകും. ഇത് മെയിൻ 2 വീലർ ഓട്ടോറിക്ഷക്കാണ് ബാധിക്കുക. ഇവിടെയൊക്കെ നല്ല കനം കുറിച്ചാണ്ട് സ്റ്റോപ്പാ. എന്തായാലും ഉഷാറാവട്ടെ.